ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദിയും നയനയ്ക്കും ഇടയിലുള്ള എല്ലാ പിണക്കങ്ങളും മാറുകയാണ് കേട്ടോ. നവ്യ എല്ലാ സത്യങ്ങളും ആദിയോട് തുറന്നു പറയുകയാണ്. അതായത് നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അന്ന് മുതൽക്കേ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആദിയോട് തുറന്നു പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആദിക്ക് വല്ലാത്തൊരു മാനസാന്തരം വരികയാണ്. അതായത് നമ്മുടെ നയനനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, നയനനെ പഴയ കാര്യങ്ങൾ പറഞ്ഞും അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ചും ഒക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു മാനസാന്തരം നമ്മുടെ ആദിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയോട് നല്ല മൃദുവായിട്ട് തന്നെ പെരുമാറുകയാണ് നമ്മുടെ ആദി. അങ്ങനെ ഒരു ദിവസം ചായയും കൊണ്ട് വരികയാണ്. അപ്പോൾ ആദി പറയുന്നുണ്ട്, ആഹാ തന്നോട് ഞാനൊരു കോഫി ഇട്ടുകൊണ്ട് പറഞ്ഞൊന്ന് പറയണമെന്ന് വിചാരിച്ചുള്ളൂ, എന്തായാലും മനസ്സറിഞ്ഞെന്നെ താൻ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അല്ല ആദ്യമായിട്ട് ഇത് എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. ആദ്യമാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്, ഇപ്പോൾ നമ്മുടെ നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇപ്പം തൽക്കാലം ഇല്ല, എനിക്ക് സഹായം വേണ്ടി വന്നാൽ ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പരസ്പരം രണ്ടുപേരും മുഖത്തോട്ട് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നയനയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങിച്ച് കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം. ശേഷം നമ്മുടെ നയനയാണെങ്കിൽ അവിടെ മാറിയിരുന്ന് ഓരോ ആദിയുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കിയൊക്കെ വെക്കുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് ആദി. എന്നിട്ട് ആദി പറയുന്നുണ്ട്, താൻ ഇത്രയും നേരം അടുക്കളയിൽ ജോലി ഇല്ലായിരുന്നോ, ഇനി തനിക്കൊന്ന് റെസ്റ്റ് എടുത്തൂടെ, ഇങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതിൽ എനിക്ക് സന്തോഷമുള്ള ആദ്യട്ടാ, വീട്ടിലാണെങ്കിലും പുറത്തെ വർക്കുകളും ജോലികളും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലമ്മേനെ സഹായിക്കും, വെറുതെ ഇരിക്കണം എനിക്കെന്തോ ഇഷ്ടമല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഓരോ ജോലികളിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ തന്നെ മറന്നു പോകും, അത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് നയന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ പണിയെടുക്കുന്നതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ശേഷമാണെങ്കിൽ നയന ഇങ്ങനെ ആദിയുടെ അടുക്കൽ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം ആദിയുടെ അടുക്കൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആദിയോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മൗസിൻ്റെ അടുക്ക് നമ്മുടെ ആദി ഇങ്ങനെ നയനയാണെങ്കിൽ, അതായത് ആദി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൗസ് ഇങ്ങനെ നമ്മുടെ നയനയായിരിക്കും നീക്കുന്നത്. പെട്ടെന്ന് തന്നെ ആദി നയനയുടെ കൈയുടെ മണ്ടയിൽ വെച്ചിട്ട് ആദി ഒരുമിച്ച് ഇങ്ങനെ മൗസ് ഇങ്ങനെ നീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരസ്പരം ഇങ്ങനെ ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പുഞ്ചിരിയും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതേ സമയം പെട്ടെന്ന് നയന ആ കൈ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ കൈ തട്ടി മാറ്റിയത്, അവിടെ ഇരിക്കുന്നുണ്ട്, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തനിക്ക് എന്തായാലും അരോചകമായിട്ട് തോന്നിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, എനിക്ക് അരോചകമായിട്ട് തോന്നിയോ, പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സാന്നിധ്യവും അതുപോലെ തന്നെ ഈ സാമീപ്യവും ഒക്കെ, പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ കുടുംബത്തിലുള്ളവർക്കും വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അന്ന് പൂജാമുറിയിൽ എല്ലാവരും അവനുടെ മനസ്സിലുള്ളത് എഴുതിയിടാൻ പറഞ്ഞപ്പോൾ ആദ്യേട്ടൻ എഴുതിയിട്ടത് യാദൃശ്യവശാൽ വായിക്കാൻ തോന്നി, വായിച്ചു. പക്ഷെ അതിലുണ്ടായിരുന്നു മുത്തശ്ശന് വേണ്ടിയിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്നും അതിനുശേഷം എന്നെ ജീവിതത്തിൽ നിന്ന് തന്നെ പടിയിറക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആദ്യമായിട്ട് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്തിനാ ആദ്യമായിട്ട് ഓരോരുത്തരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ ആദ്യേട്ടൻ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദിക്ക് വല്ലാണ്ട് അങ്ങ് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ആദിക്ക് നന്നേ തന്നെ മനസ്സ് വിഷമിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എന്നിട്ട് നയനയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, എടോ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, പല തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, പല കാര്യങ്ങളും നീ പല തെറ്റുകളും ഏറ്റെടുക്കാൻ പോയതാണ് നിൻ്റെ ഏറ്റവും വലിയ തെറ്റ്, അതാണ് നമ്മുടെ ജീവിതത്തെ ഇത്രയും അലസപ്പെടുത്തിയത്. സാരയില്ല, ഞാനതെല്ലാം മറന്നു, അതെല്ലാം ഇനി പോയ കഥകളാണ്, അപ്പോൾ എനിക്കിപ്പോൾ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങി നമ്മുടെ ഇങ്ങനെ നയനനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴായിരിക്കും ദേവയാനി പെട്ടെന്ന് തന്നെ മുറി തുറന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഇവർക്ക് ഷോക്കായിട്ടങ്ങ് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവരിങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് ആദ്യം പെട്ടെന്ന് അങ്ങ് പറയുന്നുണ്ട്, എന്താമേ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് വരത്തില്ലേ, ഒന്ന് തട്ടിയിട്ട് വരാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിക്ക് അതങ്ങ് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ദേവയാനി പെട്ടെന്ന് പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്, ഡോറ് തട്ടിയിട്ട് വരത്തില്ലായിരുന്നു? ഇപ്പം അമ്മ പുറത്തായല്ലേ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു,
ഇത്രയും നാളും നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ എൻ്റെ മകനായിട്ട് അഭിനയിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എൻ്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്നത് പോലെ എല്ലാവരുടെ മുമ്പിൽ നീ കാണിക്കായിരുന്നല്ലേ, മതി, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം അമ്മ പുറത്തല്ലേ, ഭാര്യ മാത്രം മതിയല്ലോ നിനക്ക്, എന്തായാലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ദേവയാനി ഓരോന്നിങ്ങനെ പറഞ്ഞ് കുത്തി നോവിപ്പിക്കാൻ കേട്ടോ ആദീനെയും അതുപോലെ തന്നെ നയനേനെയും. ആദ്യം ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറഞ്ഞതമ്മ തെറ്റിദ്ധരിക്കുകയാണ്, അമ്മയൊന്ന് മനസ്സിലാക്കണം, അന്ന് കുറച്ച് അബദ്ധങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു, അതുപോലെ തന്നെ നയനയുടെ തെറ്റുകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ഒരു നല്ല വശവും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മളാരും കണ്ടില്ല, അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനി നമുക്ക് ഇവളെ അമ്മയ്ക്കൊന്ന് ക്ഷമിച്ചൂടെ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഒന്നും പറയേണ്ട, ആർക്ക് വേണ്ടിയിട്ടും നീ വക്കാലത്ത് പിടിക്കേണ്ട, എല്ലാം ഞാൻ കേട്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അമ്മേ ആദ്യമായിട്ടും പറഞ്ഞത് ആ മുറി ഒന്ന് തട്ടിയിട്ട് കയറി വന്നാൽ പോരായിരുന്നു എന്നല്ലേ ചോദിച്ചുള്ളൂ, അതുമല്ല ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന അത്ര നല്ല സ്വഭാവമല്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് അങ്ങ് കലിയിളകുകയാണേ. ദേവയാനിക്ക് നയന പറഞ്ഞത് അത് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ ദേവയാനി നയനയോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നീ എന്നാണ് ഇവിടെ വന്ന് കയറിയത്, നീ ആരാണെന്ന് എൻ്റെ വിചാരം, ചവിട്ടുകൊറ്റിൽ കളയേണ്ടതൊക്കെ ഇപ്പോൾ പട്ടുമെത്തയിലാണല്ലോ കിടക്കുന്നത്, അതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നിന്നെ ആദർശ് ഇത്രയും അംഗീകരിച്ചപ്പോൾ തന്നെ നിനക്ക് ഇത്രയും നെകളിപ്പെങ്കിൽ ആദർശ് നിന്നെ ഭാര്യയായി നിൻ്റെ തലയെ കയറ്റി വെച്ചിരുന്നെങ്കിൽ, അവൻ്റെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടന്നേനെ, എനിക്കറിയാം, ഈ മരം വളരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ഓരോന്ന് പറഞ്ഞ് കുത്തി നോപ്പിച്ചിട്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഇനി നിന്നോട് സംസാരിക്കാനോ നിൻ്റെ മുറിയിൽ കയറാനോ ഞാൻ വരില്ലാതി എന്നൊക്കെ ഇങ്ങനെ പറയാനോ കേട്ടോ. എന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ്റെ അടുക്കൽ ഈ പ്രശ്നം ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ദേവയാനിയോട് പറയുന്നുണ്ട്, ആദ്യം നയനയും പറഞ്ഞതിൽ എന്താ ദേവയാനി തെറ്റ്, അവർ നിൻ്റെ മകനും ഭാര്യയുമല്ലേ, അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി വേണ്ടേ അവരുടെ മുറിയിൽ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെല്ലുന്നവർ അതൊന്ന് മുട്ടിയിട്ട് കയറി പോകണമെന്ന് പറഞ്ഞതിൽ ഇത്ര വലിയ തെറ്റൊന്നും പറയാനില്ല, അതിന് നീ ഇത്ര ഷൗട്ട് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ അവരോട് വഴക്കടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനല്ലേ നമ്മൾ ജീവിക്കുന്നത്, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്, കാരണം ആദ്യമായിട്ട് തൻ്റെ അമ്മയുടെ മുൻപിൽ തനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആ ഒരു നിമിഷം എന്ന് പറഞ്ഞത് നയനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നയന ആദിയോട് അപ്പം നയനയ്ക്ക് മനസ്സിലാകുകയാണ് ആദി തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ച് തുടങ്ങുകയാണെന്ന് മനസ്സിലാകുകയാണ് കേട്ടോ. തനിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ സപ്പോർട്ട് ചെയ്ത ആദീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമാണെങ്കിൽ ആ സമയത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, കാരണം തൻ്റെ അമ്മ ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തി പോവുകയും എന്നാലാണെങ്കിൽ നയനയാണെങ്കിൽ തൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെകുത്താൻ്റെയും കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആദീനെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങൾ, നല്ല നല്ല കഥകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.